കോഴിക്കോട് ജില്ലയിലെ മുക്കം പരിസര പ്രദേശത്തെ അധ്യാപകരുടെ ഒരു കൂട്ടായ്മ വർഷങ്ങളായി നടത്തിവരുന്ന പഠനയാത്രയുടെ ഭാഗമായി ഇന്ന് ഞങ്ങൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണുന്നതിനായി പുറപ്പെടുകയാണ്. വഡോദര സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. വഡോദര റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ അകലെയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 60 രൂപ ബസ് ചാർജ് കൊടുത്താൽ ഏതാണ്ട് 2 മണിക്കൂറിനുള്ളിൽ ഇവിടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. കാരണം വളരെ മികച്ച റോഡുകളാണ് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുക. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിലെ നർമ്മദാ നദിയിൽ നിർമ്മിച്ച അണക്കെട്ടാണ്, സർദാർ സരോവർ ഡാം. 1979 ഇത് നിർമ്മിച്ച കാലത്ത് ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പരിസ്ഥിതി പ്രവർത്തകരെല്ലാം ഇതിനെതിരായി രംഗത്ത് വന്നു. ഗുജറാത്തിൽ ഏകദേശം 20 ലക്ഷം ഹെക്ടർ പ്രദേശത്തും രാജസ്ഥാനിൽ 75,000 ഹെക്ടർ പ്രദേശത്തും ജലസേചനം നൽകാൻ വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്. ഗുജറാത്തിലെ ഈ സർദാർ സരോവർ അണക്കെട്ടിന്റെ ജലാശയത്തിന്റെ മധ്യത്തിൽ സാധു ബൈറ്റ് എന്ന ദ്വീപിലാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി പട്ടേൽ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ബസ്സിൽ കയറുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ക്യൂവിൽ നിൽക്കുകയാണ്. നേരത്തെ ഞങ്ങൾ ഓൺലൈനായി ടിക്കറ്റ് എടുത്തതുകൊണ്ട് വലിയ സൗകര്യമായി. ടിക്കറ്റ് എടുത്തവരെ ഇവിടെ ടൂറിസ്റ്റ് ബസ്സുകളിലായി പട്ടേൽ പ്രതിമയുടെ അടുത്തുള്ള ബസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. നിരവധി ടൂറിസ്റ്റ് ബസ്സുകൾ യാത്രക്കാരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബസ്സിൽ കയറുന്നതിനുള്ള നീണ്ട ക്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്ഥലം വളരെ മനോഹരമാണ്, വളരെ ആകർഷകമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബസ്സിൽ കയറാൻ സാധിക്കും. വലിയ ക്യൂ ആണെങ്കിലും നിരവധി ബസ്സുകളാണ് യാത്രക്കാരെ, സഞ്ചാരികളെ പട്ടേൽ പ്രതിമയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. എവിടുന്ന് നോക്കിയാലും നമുക്ക് ഈ പ്രതിമ കാണാൻ സാധിക്കും. ഇതിൻ്റെ പരിസര പ്രദേശമെല്ലാം വളരെ മനോഹരമായി പൂന്തോട്ടങ്ങൾ, ചെടികളുമെല്ലാം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യനായി അറിയപ്പെട്ട ഇന്ത്യയുടെ പ്രഥമ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഈ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇന്ന് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ലോകത്തെ 8 അത്ഭുതങ്ങളിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2018 ഒക്ടോബർ 31 ഇത് രാജ്യത്തിനായി സമർപ്പിക്കപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ചൈനയിലെ സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധയെ പിന്നിലാക്കിക്കൊണ്ട് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രതിമയായി ഇത് അറിയപ്പെടുന്നു. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിന്റെ ജലാശയത്തിന്റെ മധ്യത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. താഴെ നിന്നും ഈ പ്രതിമയുടെ ഉയരം 240 മീറ്ററാണ്. പ്രതിമ മാത്രം 182 മീറ്റർ. പ്രതിമയുടെ ഉയരം മാത്രം 182 മീറ്ററാണ്. ഉരുക്കും സിമന്റും ഉപയോഗിച്ച് നിർമ്മിച്ചു. പുറമെ വെങ്കലം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. 4 വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. 3000 കോടി രൂപയാണ് ഈ പ്രതിമയ്ക്ക് മാത്രം ചെലവായത്. ഇതിൻ്റെ പരിസര പ്രദേശത്തെല്ലാം വളരെ മനോഹരമായിട്ടുള്ള പൂന്തോപ്പുകളും ചെടികളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ഇതിൻ്റെ പരിസരത്ത് അലങ്കരിക്കുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഗവൺമെൻറ് ചെലവാക്കിയിട്ടുള്ളത്. ഈ പ്രതിമയുടെ ശില്പത്തിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചിട്ടുള്ളത് പ്രമുഖ ശില്പിയായിട്ടുള്ള രാംവി സൂതർ ആണ്.
33,000 ടൺ ഉരുക്ക് ഉപയോഗിച്ചാണ് ഈ ഭീമാകാരമായ പ്രതിമ ഉണ്ടാക്കിയത്. ഈ പ്രതിമ നിർമ്മിക്കാൻ തുടങ്ങിയത് 2013 ആരംഭിച്ച ഈ വെങ്കല പ്രതിമയുടെ നിർമ്മാണത്തിന് വിദഗ്ധന്മാരായിട്ടുള്ള തൊഴിലാളികൾ, ചൈനയിലെ വിദഗ്ധ തൊഴിലാളികളെ വരെ എത്തിച്ചാണ് ഈ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടി നിരവധി പരിപാടികളാണ് ഗുജറാത്ത് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പരിസര പ്രദേശത്തെല്ലാം വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. 150 രൂപയുടെ ടിക്കറ്റ് കൊണ്ട് സർദാർ സരോവർ അണക്കെട്ട്, ഗാർഡൻ, അങ്ങനെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ആകർഷകമായ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണിച്ചു തരാനുള്ള വിപുലമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ടൂറിസ്റ്റ് ബസ്സുകളിൽ കയറ്റി നമ്മുടെ ഇവിടെ എല്ലാം കൊണ്ടുചെന്ന് കാണിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വഡോദര റെയിൽവേ സ്റ്റേഷനിലുള്ള ബസ്സിൽ കയറി 2 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. പ്രത്യേകം ടാക്സി വിളിച്ച് വരണമെന്നില്ല. ഇഷ്ടം പോലെ ബസ്സുകൾ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് കിട്ടും. ഇവിടെ എത്തിച്ചേർന്നാൽ ഇതിൻ്റെ പരിസര പ്രദേശത്തൊന്നും ഇതിൻ്റെ തൊട്ടടുത്തൊന്നും നമുക്കൊരു വീടും കാണാൻ സാധ്യമല്ല. വീട് നഷ്ടപ്പെട്ട ഗ്രാമീണർ ഇപ്പോൾ എവിടെ താമസിക്കുന്നു എന്നറിയില്ല. ഏതായാലും ലോകത്തെ ഏറ്റവും വലിയ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒരിക്കലെങ്കിലും കാണേണ്ടത് തന്നെയാണ്. പ്രതിമയുടെ തൊട്ടടുത്ത് പോയി കാണാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ അധികം ആരും ഇതിന് ശ്രമിക്കുന്നതായി കാണുന്നില്ല. കാരണം ഇതിന് ഫൗണ്ടേഷന് തന്നെ 58 മീറ്റർ ഉയരം വരുന്നുണ്ട്. വൻ ടൂറിസം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മോദി സർക്കാർ ഈ പ്രതിമ പണി കഴിപ്പിച്ചിട്ടുള്ളത്. പട്ടേൽ സ്മാരക പൂന്തോട്ടം, സാധുദ്വീപ്, നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട പാലം, മ്യൂസിയം തുടങ്ങിയവ നമുക്ക് കാണാൻ സാധിക്കും. ഈ 150 രൂപ കൊടുത്താൽ തന്നെ ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഏകതാ പ്രതിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കനത്ത പ്രതിഷേധങ്ങളുണ്ടായി. പ്രത്യേകിച്ചും ഗുജറാത്തിലെ കർഷകർ ഉയർത്തിയ പ്രതിഷേധം. കർഷകർ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് 3000 കോടി മുടക്കി മോദി സർക്കാർ ഇങ്ങനെ ഒരു പ്രതിമ ഉണ്ടാക്കിയത് എന്നായിരുന്നു പ്രതിഷേധം. ഏതായാലും ഏകതാ പ്രതിമ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കണ്ട് അത്ഭുതപ്പെടാൻ ഇനി എന്തു വേണം? പ്രതിമയുടെ മുമ്പിലിരുന്ന് പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് നമുക്കൊന്നിച്ച് പാടാം സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ട് അത്ഭുതപ്പെടുമ്പോൾ അതിൻ്റെ മുന്നിലിരുന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ഒരു പ്രതിമ 3000 കോടി രൂപ ചെലവ് ചെയ്ത് ഒരു പ്രതിമ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം. ജനലക്ഷങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ, കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രതിമയുടെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇതിനു വേണ്ടി മുടക്കിയ 3000 കോടി എന്ന് തിരിച്ചു ലഭിക്കും എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. 150 രൂപ എടുത്ത് ടിക്കറ്റ് എടുത്ത് ആയിരങ്ങൾ ഇവിടെ വന്നാലും, കാരണം ഇത്രയധികം കാഴ്ചകൾ കാണാൻ വേണ്ടി ടൂറിസ്റ്റ് ബസ്സിന് പ്രത്യേകം ചാർജൊന്നും ഈടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാരിൽ നിന്ന് ഒരു 50 രൂപ ഒരാളിൽ നിന്ന് മിച്ചം വെക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. ഏതായാലും അഭിമാനത്തോടു കൂടി നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉയർത്തി കാണിക്കുമ്പോഴും നമ്മുടെ പരമദാരിദ്ര്യത്തിലായിട്ടുള്ള ഇന്ത്യ രാജ്യത്തിന് ഇത് ആവശ്യമാണോ എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഏതായാലും സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്.